ഇതിനിടയിൽ ഒരു ലഹരി വേട്ടയുടെ വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. വടകര കോട്ടപ്പള്ളിയിൽ വീട്ടിൽ സൂക്ഷിച്ച ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായിരിക്കുന്നു. കോട്ടപ്പള്ളി ചൂണ്ടക്കൈ സ്വദേശി വാജിദിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായിരിക്കുന്നു, അതും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനോ, ഇന്ന് പുലർച്ചെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് വാജിദിന്റെ വീട്ടിൽ വടകര പോലീസ് പരിശോധന നടത്തിയത്. ഈ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് പിടിയിലായ വാജിദ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ വീട്ടിൽ സൂക്ഷിച്ച 1.91 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പോലീസ് വാജിദിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. അലമാറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ ഉണ്ടായിരുന്നത്. 28,000 രൂപയും പ്രതിയിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ ഹാഷിഷ് ഓയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉള്ള പണമാണ് ഈ പണം എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്യലിന് ശേഷം വടകര NDPS കോടതിയിൽ ഹാജരാക്കും. മനു, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ? നേരത്തെയും ഇതുപോലുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഇയാളുമായി ബന്ധപ്പെട്ട്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടോ അങ്ങനെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടോ ഒന്നും കേസുള്ള ആളല്ല വാജിദ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ മേഖലയിൽ പ്രധാന കണ്ണിയാണ്, ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കണ്ണിയാണ് വാജിദിനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും വീട്ടിൽ നിന്ന് തന്നെ 1.91 ഗ്രാം ഹാഷിഷ് ഓയിലും 28,000 രൂപയും വടകര പോലീസ് പിടികൂടുകയും ചെയ്തത്. ശരി, ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായിരിക്കുന്നു വടകരയിൽ. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് ലതീഷ് നമുക്ക് നൽകിയത്.